നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ഞെട്ടിക്കുന്നൊരു വാർത്തയാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള 3 മത്സരങ്ങളുടെ ഏകദിന പരമ്പരയിലെ രണ്ടാമത്തെ മത്സരം കാർഡിഫിൽ പുരോഗമിക്കുകയാണ്. അതിനിടക്കാണിപ്പോൾ രോഹിത് ശർമ്മയെ ഇന്ത്യൻ ഏകദിന ടീമിൽ നിന്നും ഒഴിവാക്കുന്നു എന്ന വിവരം പുറത്തു വന്നിരിക്കുന്നത്. ലോർഡ്സിൽ 19-ാം തീയതി നടക്കുന്ന 3-ാം ഏകദിന മത്സരം അദ്ദേഹത്തിൻ്റെ ഏകദിനത്തിലെ അവസാന മത്സരമായിരിക്കും എന്നാണിപ്പോൾ ദി ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അദ്ദേഹം ഓൾറെഡി T20യിൽ നിന്നും ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചയാളാണെന്ന് നോക്കുക. അപ്പോൾ ഈ ഏകദിന സ്ക്വാഡിൽ നിന്ന് കൂടി ഒഴിവാക്കുകയാണെങ്കിൽ പിന്നെ ഇനി അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടി കളിക്കില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. 2027 വേൾഡ് കപ്പിനുള്ള ഇന്ത്യൻ സ്ക്വാഡിലേക്ക് അദ്ദേഹത്തെ പരിഗണിക്കുന്നില്ല എന്നാണ് ദി ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ റിപ്പോർട്ട്. ആ റിപ്പോർട്ടിൽ അവർ പറഞ്ഞിങ്ങനെയാണ്, അവരുടെ ജേർണലിസ്റ്റ് ദേവേന്ദ്ര പാണ്ഡ്യയുടെ റിപ്പോർട്ട്. ദി തേർഡ് ODI ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ഇംഗ്ലണ്ട് ഓൺ July 19th കുഡ് ബി രോഹിത് ശർമാസ് ലാസ്റ്റ് ഗെയിം ഇൻ ദി ഫോർമാറ്റ്. As the BCCI Senior Selection Committee have informed him that they have decided to move on from him post the series, the Indian Express understands എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഈ കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ഈ മത്സരത്തോടു കൂടി അദ്ദേഹത്തെ സ്ക്വാഡിൽ നിന്ന് ഒഴിവാക്കുമെന്ന് ഓൾറെഡി BCCIയുടെ സീനിയർ സെലക്ഷൻ കമ്മിറ്റിയിലെ ആളുകൾ രോഹിത് ശർമ്മയെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് വിവരം. ദി ഇന്ത്യൻ എക്സ്പ്രസ് അണ്ടർസ്റ്റാൻഡ്സ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഈ കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ഇന്ത്യൻ സെലക്ഷൻ കമ്മിറ്റി രോഹിത് ശർമ്മയുമായിട്ടും കോച്ച് ഗൗതം ഗംഭീറുമായിട്ടും കഴിഞ്ഞ ആഴ്ച ഈ വിവരങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. സെലക്ഷൻ കമ്മിറ്റിക്ക് യുവതാരങ്ങളെ, അതായത് യശസ്വി ജയ്സ്വാളിനെ പോലെയുള്ള യുവതാരങ്ങളെ സ്ക്വാഡിലേക്ക് ഉൾപ്പെടുത്തേണ്ടതുണ്ട്. 2027 50 ഓവർ വേൾഡ് കപ്പിന് ടീമിനെ ഒരുക്കുമ്പോൾ അതിൽ രോഹിത് ശർമ്മക്ക് സ്ഥാനമില്ല എന്നാണ് ഇപ്പോൾ ദി ഇന്ത്യൻ എക്സ്പ്രസ് മനസ്സിലാക്കിയിരിക്കുന്നത് എന്ന് അവർ റിപ്പോർട്ട് ചെയ്യുന്നു. ഒരു സോഴ്സിനെ ഉദ്ധരിച്ചുകൊണ്ട് അവർ പറയുന്ന വാക്കുകൾ ഇതാണ്: സെലക്ടേഴ്സ് ഹാവ് ഇൻഫോംഡ് രോഹിത് he is not in their scheme of things post the England tour and they are moving on from him after the series. Though he wanted to continue, especially after working on his fitness, the selectors have left the ball in Sharma's court to decide his future എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു റിപ്പോർട്ട് കൊടുക്കുന്നത്. അതായത് സെലക്ടേഴ്സ് അദ്ദേഹത്തെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തോട് അറിയിച്ചിട്ടുണ്ട് ഈ ഇംഗ്ലണ്ട് സീരീസിന് ശേഷം അദ്ദേഹത്തെ സ്ക്വാഡിലേക്ക് പരിഗണിക്കില്ല എന്ന്. അതേസമയം രോഹിത് ശർമ്മക്ക് തുടരണം എന്നാണ് താല്പര്യം. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ഫിറ്റ്നസ്സും കാര്യങ്ങളൊക്കെ അദ്ദേഹം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഏതായാലും ഭാവി തീരുമാനിക്കാനുള്ള ആ ഒരു കാര്യം സെലക്ടേഴ്സ് ഇപ്പോൾ രോഹിത് ശർമ്മയുടെ കോർട്ടിൽ തന്നെ ബോൾ വെച്ചിരിക്കുകയാണെന്ന് പറയാം. അതായത് രോഹിത്താണ് ഇനി തീരുമാനിക്കേണ്ടത് എന്നാണിപ്പോൾ റിപ്പോർട്ടിൽ പറയുന്നത്. ഏതായാലും BCCIയുടെ ഭാഗത്തുനിന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. ഈ ഒരു മത്സരം, അതായത് 19-ാം തീയതി ലോർഡ്സിൽ നടക്കുന്ന 3-ാം ഏകദിന മത്സരം അദ്ദേഹത്തിൻ്റെ ഇന്ത്യൻ ടീമിനോടൊപ്പമുള്ള അവസാന മത്സരമായിരിക്കുമെന്നാണ് BCCIയുടെ സെലക്ടേഴ്സ് തീരുമാനിച്ചിരിക്കുന്നത്. ഇനി എന്തായിരിക്കും രോഹിത് ശർമ്മയുടെ റിയാക്ഷൻ എന്നുള്ളതാണ് അറിയേണ്ടത്. രോഹിത് ശർമ്മ ഓൾറെഡി BCCI ഒഫീഷ്യൽസിനോട് സംസാരിച്ചിട്ടുണ്ടെന്നും തനിക്ക് ഈ ഒരു തീരുമാനത്തിലുള്ള എതിർപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട് എന്നുമാണ് ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ടിന്. ഇറ്റ് ഈസ് ലേൺഡ് Sharma spoke to a few BCCI officials too on the sidelines of the England series and the opener wasn't happy with the decision എന്നാണ് ഈ ഒരു വിവരത്തിൽ വളരെ കൃത്യമായിട്ട് പറയുന്നത്. ഏതായാലും രോഹിത് പുറത്താവുകയാണെങ്കിൽ അത് ആരാധകർക്ക് വലിയ നിരാശ ഉണ്ടാക്കുന്ന കാര്യമാണ്. രോഹിത് ശർമ്മയുടെ ODI ക്യാപ്റ്റൻസി റെക്കോർഡ്, അതായത് ഇന്ത്യയെ 2023 വേൾഡ് കപ്പ് ഫൈനലിലേക്ക് എത്തിച്ചതടക്കം മികച്ച ഒന്ന് തന്നെയായിരുന്നു. പക്ഷേ പിന്നീട് നമുക്കറിയാമല്ലോ, അദ്ദേഹം T20 വേൾഡ് കപ്പിൽ ഇന്ത്യയെ കിരീടത്തിലേക്ക് നയിച്ചതിന് പിന്നാലെ T20യിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. അതിനുശേഷം നമ്മൾ കണ്ടത് ഈ ഒരു ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ വിരമിക്കൽ സംഭവിച്ചതും കാര്യങ്ങളൊക്കെ എല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഏതായാലും അതിന് പിന്നാലെ ഇപ്പോൾ ഇതാ ഏകദിനത്തിൽ നിന്നുകൂടി അദ്ദേഹത്തെ ഒഴിവാക്കുന്നു എന്ന വാർത്ത വരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫോം അത്ര മികച്ചതല്ല. ഇംഗ്ലണ്ടിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സീരീസിലെ ആദ്യ മത്സരത്തിൽ അദ്ദേഹം 11 റൺസ് അടിച്ചത്. ഇന്നിപ്പോൾ കാർഡിഫിൽ നടക്കുന്ന മത്സരത്തിൽ അദ്ദേഹം ശരിക്കും സ്ട്രഗിൾ ചെയ്തു. 47 പന്തിൽ നിന്ന് 26 റൺസ് അടിച്ച് ബാറ്റ് ബോളിൽ കൊള്ളാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ ടച്ച് എവിടെ നഷ്ടപ്പെട്ടെന്നൊരു ഫീല് ആരാധകർക്ക് ഉണ്ടാവുന്നുണ്ട്. ഏതായാലും ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന സീരീസിലെ 2-ാം മത്സരം ഇപ്പോൾ കാർഡിഫിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ബാറ്റ് ചെയ്ത് ഇന്ത്യ 44 ഓവറിൽ ഓൾ ഔട്ട് ആവുന്ന കാഴ്ചയായിരുന്നു. 233 റൺസാണ് ഇന്ത്യ ആകെ അടിച്ചത്. ഇന്ത്യക്ക് വേണ്ടി വിരാട് കോഹ്ലി 65 റൺസും ശ്രേയസ് അയ്യർ 66 റൺസും ശുഭ്മൻ ഗിൽ 31 റൺസും അടിച്ചു. അതേസമയം ഇംഗ്ലണ്ട് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ അവരുടെ ഇന്നിങ്സ് പുരോഗമിക്കുകയാണ്. 12-ാമത്തെ ഓവർ പുരോഗമിക്കുമ്പോൾ 3 വിക്കറ്റ് അവർക്ക് നഷ്ടമായിട്ടുണ്ട്. 55 റൺസാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുമ്പോഴേക്കും ഈ കണക്ക് മാറിയേക്കും. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ ക്രിക്കറ്റ് എത്താം.